ഈ രീതിയിലേക്ക് കിട്ടും നമുക്ക്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, മാർക്കർ കൊണ്ടൊക്കെ നമ്മൾ എഴുതുമ്പോൾ പേന പിടിക്കേണ്ട ഒരു രീതി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 70 ഡിഗ്രി ചെരിച്ചു പിടിച്ചിട്ട് നമ്മളിതാ നേരെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അലിഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഒരു കർസീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എഴുതുന്നുണ്ടല്ലേ, ഇങ്ങനെയാണ്. ഇതാണ് അലിഫിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അലിഫിന് എത്രയാണ് ദീർഘം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അലിഫിന് നമുക്ക് ഇങ്ങനെ എഴുതിയാലും അലിഫാണ്, അതേ ചോക്ക് കൊണ്ട് നമ്മൾ ഇത്ര എഴുതിയാലും അലിഫാണ്, ഇത്ര എഴുതിയാലും അലിഫാണ് അല്ലെ. അപ്പൊ അലിഫിന്റെ ദീർഘം എത്രയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏത് മാർക്കർ കൊണ്ടാണോ അല്ലെങ്കിൽ എത്ര വലുപ്പമുള്ള ചോക്ക് കൊണ്ടാണോ എഴുതുന്നത്, അതുകൊണ്ട് ഒരു 5 നുക്ത ഇട്ടാൽ കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഇതുകൊണ്ട് ഒരു 5 നുക്ത ഇടാം. നുക്ത എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്, പക്ഷെ ഡയമണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. 1 2 3 4 5 ഈ 5 നുക്ത ഇട്ടാൽ കിട്ടുന്നതാണ് നമ്മൾ ഈ ചോക്ക് കൊണ്ട് എഴുതിയാൽ കിട്ടേണ്ട വലിപ്പം അലിഫ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇതാണ് അലിഫ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ചോക്ക് കൊണ്ട് ഒരാൾ ഇത്ര